അപ്പോൾ പോലീസിന് ഇപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അവിടെ പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുനിൽ, സൈഫുദ്ദീൻ, പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊണ്ടുവന്ന മൃതദേഹങ്ങളാണ് ഇപ്പോൾ ആ നാട്ടുകാർ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 24 മണിക്കൂറിലധികമായിരിക്കുന്നു. ഇന്നലെ ഏതാണ്ട് ഒരു 11-12 മണിയോടുകൂടിയായിരിക്കാം ഈ കാട്ടാനാക്രമം ഉണ്ടായത് എന്നാണ് സംശയിക്കുന്നത്. പക്ഷേ മൃതദേഹങ്ങളൊക്കെ കിട്ടിയത് വൈകുന്നേരത്തോടു കൂടിയാണ് നാട്ടുകാർ നടത്തിയ തെരച്ചിലിൽ. അതിനുശേഷമാണ് കേൾക്കാമോ? കേൾക്കാം, പറയൂ. കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഹലോ, സൈഫുദ്ദീൻ, ഈ സംഭവം നടന്നിട്ട് ഏതാണ്ട് 24 മണിക്കൂർ കഴിയുന്നു. ഇന്നലെ 11:30 ഈ കാട്ടാനാക്രമണം ഉണ്ടായതെന്നാണ് നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം. പക്ഷേ പിന്നീട് നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് ഏതാണ്ട് 4 മണിയോടുകൂടി ഒക്കെ മൃതദേഹം കണ്ടെത്തുന്നത്. അതിനുശേഷം മണിക്കൂറുകളോളം ഈ മൃതദേഹം ഇവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിനായി വിട്ടുകൊടുക്കാതെ നാട്ടുകാർ തടഞ്ഞു വെച്ചിരുന്നു. ഇന്നലെ രാത്രി 12:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ പ്രതിഷേധം അവസാനിപ്പിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെത്തുന്ന മൃതദേഹമാണ് ഇവിടെ ആംബുലൻസിൽ ഉള്ളത്. ആ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവിടെ തടഞ്ഞു വെച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2:30 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹം ഇവിടെ ആറളം 13-ാം ബ്ലോക്കിലേക്ക് കൊണ്ടുവരുന്നത്. 13-ാം ബ്ലോക്കിലേക്ക് തിരിയുന്ന ആ വഴിയിലാണ് ഇപ്പോൾ ആംബുലൻസ് നാട്ടുകാർ തടഞ്ഞിട്ടിരിക്കുന്നത്. നൂറുകണക്കിന് വരുന്ന നാട്ടുകാർ ഇവിടെ ആംബുലൻസിന് മുന്നിൽ കുത്തിയിരുന്നും മുദ്രാവാക്യം വിളിച്ചും പോലീസിന് നേരെയും നേതാക്കൾക്ക് നേരെയും കൂക്കി വിളിച്ചും വലിയ പ്രതിഷേധം തുടരുകയാണ്. ഇവിടേക്ക് കടന്നു വരുന്ന വഴികളിലൊക്കെ കല്ലും കമ്പും മരത്തടികളും ഒക്കെ ഇട്ട് റോഡ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സാഹചര്യമാണുള്ളത്. അവിടേക്കാണ് CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ എത്തുന്നത്. ആ നേതാക്കളെ ഒക്കെ നാട്ടുകാർ തടഞ്ഞു. MV ജയരാജനെയും M പ്രകാശൻ മാഷിനെയും DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അടക്കമുള്ള ആളുകളെയും ഒക്കെ നാട്ടുകാർ ഇവിടെ തടയുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം പോലീസ് ഇടപെട്ട് നേതാക്കളെ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. തുടർന്ന് ആദ്യത്തെ ഭാഗത്തുള്ള ബ്ലോക്ക് പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ അവിടെ നിന്ന് നീക്കി. അതിനുശേഷം ആംബുലൻസ് മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രതിഷേധക്കാർ റോഡിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോഡ് ഉപരോധിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. സ്വാഭാവികമായും പോലീസിന് വലിയ ബലപ്രയോഗത്തിലേക്ക് കടക്കുന്നതിന് സാഹചര്യ പ്രശ്നങ്ങളുണ്ട്. കാരണം അത്തരം പരിമിതികൾ ഇവിടെയുണ്ട്. ഒരു 2 പേർ കൊല്ലപ്പെട്ട കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ഥലമാണ്. ആ സ്ഥലത്തേക്ക് പോലീസിന് ഒരു ബലപ്രയോഗം നടത്തുക എന്നത് ചില സാധ്യമല്ലാത്തൊരു കാര്യമാണ്. സ്വാഭാവികമായും അവരെ അനുനയിപ്പിച്ച് നീക്കുക, അവിടെ അനുനയിപ്പിച്ച് മാറ്റുക എന്നൊരു തന്ത്രമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പ്രയോഗിക്കുന്നത്. പക്ഷെ അതിന് അവർ വഴങ്ങുന്നില്ല. അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം മന്ത്രി അല്ലെങ്കിൽ കളക്ടർ സ്ഥലത്തെത്തണം എന്നാണ്. മന്ത്രി ഇവിടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. മന്ത്രി എത്തി ഇവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം, പരിഹാരം ഉണ്ടാക്കണമെന്ന് ഉറപ്പ് നൽകണം എന്നൊക്കെയാണ് ഇവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള അതിശക്തമായ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ അവിടെ തുടരുന്നത്. മന്ത്രിയോ കളക്ടറോ നേരിട്ടെത്തി അവരുടെ ആവശ്യങ്ങളിൽ, അവരുടെ പരാതി, അവരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം ഉറപ്പും നൽകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇപ്പോഴും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെത്തിയ മൃതദേഹം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കാതെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് പ്രതിഷേധക്കാർ. വിശദാംശങ്ങൾ നൽകിയത് സുനിൽ.